ഈ ബ്രൈഡ്സ് നമ്മളെടുത്ത് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ ബ്രൈഡ്സ് ഒരുങ്ങാനായിട്ട് മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്ന സമയത്ത് നമ്മളവരെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 3 months ഒക്കെ കഴിഞ്ഞിട്ടാണ് ബ്രൈഡ് വരുന്നതെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും. കാരണം ആ ബ്രൈഡിനെ നമുക്ക് ഏറ്റവും ഭംഗിയാക്കി നമുക്ക് ഇറക്കാൻ പറ്റും. കാരണം അവരുടെ സ്കിന്ന് നമ്മൾ നോക്കും, ഹെയർ നമ്മൾ നോക്കും, അതിനുള്ള ട്രീറ്റ്മെൻറ്റിന് ഡാമേജ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. വലിയ ഇഷ്യൂ ഒന്നും ഇല്ല എങ്കിൽ മാസത്തിൽ ഇത്ര ദിവസം വരണം, ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ ചെയ്യണം എന്ന് അവരുടെ പ്രോബ്ലം അനുസരിച്ച് അവരുടെ സ്കിന്നിനെയും ഹെയറിനെ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈഡ് ഏറ്റവും ഭംഗിയായിട്ട്, കാരണം ഈ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഇന്നും നാളേക്കുള്ളതല്ല നമ്മൾ ചെയ്യുക. കറക്റ്റായിട്ട് അവർക്ക് നന്നായിട്ട് ആ ഫേസിലും ആ ഹെയറിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് അവർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വന്നിട്ട് എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യണം, എനിക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്ന ആൾക്കാരെന്നാണ് നമ്മൾ കൂടുതൽ കാണുക. ശരിക്കും ബ്രൈഡ്സ് ഭയങ്കര അവെയർ ആയിരിക്കണം. അവരെങ്ങനെയാണ് കല്യാണത്തിന് മുമ്പ് ഇറങ്ങണ്ടേ, എങ്ങനെ എൻ്റെ സ്കിന്ന് വേണം. നമുക്കാണെങ്കിൽ ഇവിടെ ബോഡി സ്പാ അടക്കമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പാകളാണ് ചെയ്യുക. ആ സ്പാ ചെയ്യുമ്പോൾ എന്താ സ്കിൻ ഗ്ലോ ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒരു ബ്രൈഡിന് മണ്ഡപത്തിൽ ഇറങ്ങാൻ പറ്റും.